ആ 4 ചുമരുകൾക്ക് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവ വിളിച്ചു പറയുമായിരുന്നു. 28 വയസ്സ് മാത്രം പ്രായമുള്ള തുഷാര 5.5 വർഷക്കാലം അനുഭവിച്ച കൊടൂര പീഡനത്തിന്റെ കഥ. അവളുടെ മെലിഞ്ഞുണങ്ങിയ ശരീരം ഓട്ടോപ്സി ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. 21 കിലോ മാത്രമായിരുന്നു 158 സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്ന ആ പെൺകുട്ടി മരിക്കുമ്പോൾ അവളുടെ ശരീരഭാരം. അവളുടെ ആമാശയും അവളുടെ മൂത്രസഞ്ചിയും ശൂന്യമായിരുന്നു. അതിനർത്ഥം അവൾ ഒരിറ്റ ആഹാരമോ ഒരൽപ്പം വെള്ളമോ കുടിച്ചിട്ട് ഒരുപാടധികം ദിവസങ്ങളായിരുന്നു. പഴുപ്പ് പോലത്തെ എന്തോ ദ്രാവകമായിരുന്നു ആമാശയത്തിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളെ, ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്ന് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മുംബൈയിലോ ഡൽഹിയിലോ ഒന്നുമല്ല, അത് നമ്മുടെ സാക്ഷര കേരളത്തിലായിരുന്നു, അതും 2019. നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു അച്ഛനോ അമ്മയോ സഹോദരനോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതുണ്ട്. കാരണം കൊല ചെയ്യപ്പെട്ട തുഷാരയുടെ ജീവിതം നമ്മളോട് വിളിച്ചു പറയുന്നത് വലിയൊരു സാമൂഹിക സത്യമാണ്. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലായിരുന്നു തുളസീധരനും ഭാര്യ വിജയലക്ഷ്മിയും താമസിച്ചിരുന്നത്. തുളസീധരൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. മൂത്താളുടെ പേര് തുഷാര. തുഷാരയ്ക്ക് ഒരു അനിയനും ഉണ്ടായിരുന്നു. വർഷം 2013. അന്ന് തുഷാരയ്ക്ക് 22 വയസ്സാണ്. തുഷാര പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാൻ വലിയ തെറ്റില്ലാത്തതിനാൽ തന്നെ മാത്രമല്ല വിവാഹപ്രായമായതിനാലും നിരവധി വിവാഹാലോചനകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കൂലിപ്പണിക്കാരനായിട്ടുള്ള തുളസിയുടെയും ഭാര്യയുടെയും കയ്യിൽ വലുതായിട്ടുള്ള ഒരു നീക്കിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന വിജയലക്ഷ്മിയുടെയും മകൾ തുഷാരയുടെയും ദേഹത്തുള്ള കുറച്ച് സ്വർണങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ പോകവെയാണ് ചാരുള വീട്ടിൽ ചന്തുലാലിന്റെ ഒരു വിവാഹാലോചനയുമായിട്ട് തുളസിയുടെ ഒരു ബന്ധു വീട്ടിലേക്ക് വരുന്നത്. ആ ബന്ധു ഈ ചന്തുലാലിനെയും കുടുംബത്തെയും കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എന്തായാലും വിവാഹപ്രായമായി, എപ്പോഴായാലും നടത്തേണ്ടതാണ്, എങ്കിലും ഒന്ന് കണ്ടു കളയാമെന്ന് കരുതിയിട്ട് തുളസിയും വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടിയിട്ട് പെണ്ണുകാണൽ ചടങ്ങിനെല്ലാം ശേഷം ഈ ചെറുക്കന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെറുക്കന്റെ വീട് ചെന്ന് കണ്ടപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ്, കാറുണ്ട്. കൂടെ വന്ന ബന്ധുമിത്രാദികളെല്ലാം തന്നെ തുളസിയോടും ഭാര്യയോടും പറഞ്ഞത് തുഷാര ഇവിടെ രാജകുമാരിയെ പോലെ ജീവിക്കുമെന്നാണ്. ഈ സമയം പ്രതിസുതപരനായിട്ടുള്ള ചന്തുലാലിന്റെ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സ് മാത്രമായിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ അവനെ വിവാഹം കഴിപ്പിക്കാൻ കാരണമായിട്ട് അവന്റെ അമ്മ ഗീത പറഞ്ഞത് ഈ 25-ാമത്തെ വയസ്സിൽ അവന്റെ വിവാഹം നടന്നില്ല എങ്കിൽ ഇനി 30-ാമത്തെ വയസ്സിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിയും വേഗം വിവാഹം നടത്തണമെന്നായിരുന്നു ആ കുടുംബത്തിന്റെ ആവശ്യം. വലിയ നീക്കിരിപ്പായിട്ട് ക്യാഷൊന്നും ഇല്ലാത്ത തുളസീധരനും ഭാര്യയും കുറച്ച് കാശ് പലിശയ്ക്കും വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളിൽ നിന്ന് കടമൊക്കെ മേടിച്ചിട്ട് സ്ത്രീധന തുകയായിട്ട് നിശ്ചയിച്ചിരുന്ന 20 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ കടഞ്ഞ് ശ്രമിച്ചിട്ടും ആ 20 പവൻ സ്വർണത്തിനുള്ള ക്യാഷ് മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തുളസീധരൻ ഈ ചന്തുലാലിന്റെ വീട്ടുകാരോട് പറയുകയാണ് 2 ലക്ഷം രൂപ 3 വർഷത്തിനുള്ളിൽ തന്നു തീർക്കാമെന്ന് പറയുകയാണ്. ചന്തുലാലിന്റെ കുടുംബത്തിന് അത് സമ്മതമായിരുന്നു. 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിൽ പോലും ചന്തുലാൽ പറഞ്ഞത് ഈ വാക്കിനപ്പുറത്തേക്ക് ഇതൊരു കരാറായിട്ട് എഴുതി നൽകണമെന്നായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് തുളസിയും ഭാര്യയും കൂടി അതൊരു ഡോക്യുമെന്റ് ആയിട്ട് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ 2013 ഡിസംബർ 9-ാം തീയതി തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം നടക്കുകയാണ്. വിവാഹം കഴിഞ്ഞ ശേഷം ഏതാണ്ട് ഒരു 3 മാസം വരെ ഇവരുടെ ജീവിതം മനോഹരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 3 മാസത്തിന് ശേഷം ഈ ബന്ധുവീട്ടിൽ ചെന്ന തുളസിക്കും ഭാര്യയ്ക്കും അത്ര നല്ല സ്വീകരണമായിരുന്നില്ല കിട്ടിയത്. ഇടയ്ക്കിടെ അവിടെ ചെല്ലുമായിരുന്ന അവരോട് ഈ ചന്തുലാലും അമ്മയും കൂടിയിട്ട് പണം ചോദിക്കാൻ തുടങ്ങുകയാണ്. അതായത് സ്ത്രീധനത്തിന്റെ ബാക്കിയായിട്ട് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന 2 ലക്ഷം രൂപ കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ കൂലിപ്പണിക്കാരനായിട്ടുള്ള തുളസീധരന് 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു നിസ്സാര എമൗണ്ട് ആയിരുന്നില്ല. അതൊരു വലിയ തുകയായതിനാൽ തന്നെയാണ് ഒരു 3 വർഷക്കാലത്തിന്റെ ഗ്യാപ്പ് കരാറായി ചന്തുലാലിന് എഴുതി കൊടുത്തതും. ഇവരുടെ പെരുമാറ്റം അവഗണിച്ച് മകളെ കാണാൻ ഇടയ്ക്ക് തുളസിയും വിജയലക്ഷ്മിയും കൂടി അവിടെ ചെല്ലുമായിരുന്നു. പതിയെ മകളായിട്ടുള്ള തുഷാരയുടെ ഭാഗത്തു നിന്നും ഇതേ രീതിക്ക് തന്നെയുള്ള പെരുമാറ്റം ഉണ്ടാവുകയാണ്. ഇടയ്ക്കിടെ അവൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു. ആ ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ തന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനൊക്കെ സുഖമാണോ, എങ്ങനെ പോകുന്നു കാര്യങ്ങളെന്ന് ഒന്നും തന്നെ തുഷാര ചോദിച്ചില്ല. തുഷാരയ്ക്ക് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ ഭർത്താവിന് കൊടുക്കാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കി തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ കഴിയും വേഗം കൊടുക്കണമെന്ന് മാത്രമായിരുന്നു. മകളുടെ ഈ മനംമാറ്റം ആ മാതാപിതാക്കളെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. കാരണം ഒരു പെൺകുട്ടിയുള്ളതിനെ വളരെ ലാളിച്ച് സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർത്തി അവളെ ഇതേ രീതിക്ക് തന്നെ കഷ്ടപ്പെട്ടാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചതും. 5.5 വർഷക്കാലം നീണ്ടുന്ന ചന്തുലാലിന്റെയും തുഷാരയുടെയും ദാമ്പത്യത്തിനിടയിൽ 3 വട്ടമാണ് അവർ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത്.
ഇതിനിടയിൽ തുഷാര 2 കുട്ടികൾക്ക് ജന്മം നൽകിയെങ്കിൽ പോലും അതിന്റെ പ്രസവ ശുശ്രൂഷയും മറ്റും കാര്യങ്ങളെല്ലാം തന്നെ ചന്തുലാലും കുടുംബവുമാണ് നടത്തിയിരുന്നത്. 2019 മാർച്ച് 21 തീയതി അന്ന് അർദ്ധരാത്രിയോട് കൂടിയിട്ട് തുളസീധരന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. കോൾ വിളിച്ച വ്യക്തി പരിചയപ്പെടുത്തിയത് താൻ ചന്തുലാലിന്റെ ഒരു സുഹൃത്താണ്, ഓട്ടോ ഡ്രൈവറാണ്, നിങ്ങളുടെ മകളെ അത്യാസന്നമായിട്ടുള്ള നിലയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, കഴിയും വേഗം വരണം എന്നതായിരുന്നു. ഈ വാർത്ത കേട്ടതും ആ മാതാപിതാക്കള് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. കാരണം അങ്ങനെ മോൾക്കൊരു അസുഖമായിട്ടൊന്നും അറിഞ്ഞുകൂടാ, അത്യാസന്ന നില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളെയും വിളിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ ഹോസ്പിറ്റലിലേക്ക് തുളസിയും ഭാര്യയും കൂടി ചെല്ലുകയാണ്. അവിടെ ചെന്ന അവർക്ക് അറിയാൻ സാധിച്ചത് തങ്ങളുടെ പിഞ്ചോമനയായിട്ടുള്ള മകൾ തുഷാര മരണത്തിന് കീഴ്പ്പെട്ടു എന്നാണ്. താങ്കളുടെ കാതുകളെ വിശ്വസിക്കാനാവാതെ വിറങ്ങലിച്ച മനസ്സുമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കൾ മൂറിപ്പെട്ട് കിടന്ന അവളുടെ ശരീരത്തിൽ നിന്ന് മുഖത്തെ ആ തുണി മാറ്റുകയാണ്. ആ തുണി മാറ്റിയപ്പോൾ അവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തുഷാരയാണ് ആ മരിച്ചു കിടക്കുന്നത് എന്ന് ബോധ്യമാവാൻ വേണ്ടി അവർക്ക് തറപ്പിച്ച് നോക്കേണ്ടി വന്നു. കാരണം അത്രമേൽ വികൃതമായിരുന്നു ആ പെൺകുട്ടിയുടെ മുഖം. അവളുടെ കണ്ണുകളെല്ലാം തന്നെ കുഴിഞ്ഞ് പല്ലുകൾ ഉന്തി വല്ലാത്തൊരു വികൃത രൂപം. ആ മാതാപിതാക്കൾക്ക് ആ ഒരു കാഴ്ച ഒരിക്കലും സഹിക്കാവുന്നതായിരുന്നില്ല. അവരുടെ ഒച്ചത്തിലുള്ള ആ കരച്ചില് ആ ഹോസ്പിറ്റലിനെ മുഴുവൻ കിടിലം കൊള്ളിച്ചു. അധികം വൈകാതെ തന്നെ തുളസിയുമായി ബന്ധപ്പെട്ട അയൽവക്കക്കാരും ബന്ധുമിത്രാദികളും എല്ലാം തന്നെ ഹോസ്പിറ്റലിൽ നിറയുകയാണ്. തുഷാരയുടെ ശരീരം കണ്ടവർ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം താങ്കൾക്കറിയാവുന്നുള്ള തുഷാര എന്ന് പറയുന്നത് ഈ ഒരു രൂപവുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ഒരാളല്ല. വലിയ വിവാദങ്ങൾക്കിടയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തുഷാരയുടെ ഓട്ടോപ്സി നടന്നത്. ഡോക്ടർ വത്സലയായിരുന്നു ഓട്ടോപ്സിക്ക് നേതൃത്വം കൊടുത്തത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ആ ഡോക്ടർ എഴുതിയ റിപ്പോർട്ട് പോലീസുകാരുടെ കണ്ണുകൾ പോലും നനയിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. 2017 തുഷാര തന്റെ ഇളയ കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ 48 കിലോഗ്രാം ആയിരുന്നു അവളുടെ ശരീരഭാരം. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടത്തിന് എടുക്കുന്ന സമയം വെറും 21 കിലോ മാത്രമായിരുന്നു അവളുടെ ശരീരത്തിന്റെ ഭാരമുണ്ടായിരുന്നത്. അവളുടെ ആമാശയത്തില് ആഹാരത്തിന്റെ ഒരിറ്റു വറ്റില്ലായിരുന്നു, പകരം പഴുപ്പ് പോലത്തെ എന്തോ ആയിരുന്നു. അതുമാത്രമായിരുന്നില്ല, അവളുടെ മൂത്രസഞ്ചികൾ ശൂന്യമായിരുന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിറ്റു ആഹാരമോ ഒരിറ്റു വെള്ളമോ അവൾ കുടിച്ചിട്ട് അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തിട്ട് നിരവധി ദിവസങ്ങളായി എന്നുള്ളതായിരുന്നു. അതുമാത്രമായിരുന്നില്ല ആ ഡോക്ടറുടെ കണ്ടെത്തലുകൾ. അവളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ നീര് വന്ന് വീർത്തിരുന്നു. നിസ്സംശയം തന്നെ ആ ഡോക്ടർ റിപ്പോർട്ടിൽ എഴുതി ഇത് ഭക്ഷണം കിട്ടാതെയുള്ള കൊലപാതകമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പോൾ എത്രത്തോളം ക്രൂരമായിട്ടുള്ള പീഡനത്തിനായിരിക്കണം തുഷാര വിധേയമായിട്ടുണ്ടാവുക. അവൾ എത്ര ദിവസങ്ങള് ആഹാരം കിട്ടാതെ കരഞ്ഞിട്ടുണ്ടാകും. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൾ ഒരു പക്ഷെ അവരുടെ കാല് പിടിച്ചിട്ടുണ്ടാവില്ലേ. എത്ര ക്രൂരമായിട്ടുള്ള മനുഷ്യരായിരിക്കും അവളുടെ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ. എല്ലാ പഴുതുകളും അടച്ചാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. നമ്മൾ തുടക്കത്തിലെ തന്നെ പറഞ്ഞിരുന്നു, വിവാഹത്തിന് ശേഷം ഏതാണ്ട് ഒരു 3 മാസക്കാലത്തോളം ഇവരുടെ ജീവിതം നല്ല രീതിക്ക് തന്നെയാണ് പോയത്. അതിനുശേഷം ഈ സ്ത്രീധന തുക ആവശ്യപ്പെട്ടുകൊണ്ട് ചന്തുലാലും അമ്മ ഗീതയും കൂടിയിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും തുഷാരയെ പീഡിപ്പിക്കാൻ തുടങ്ങുകയാണ്. അധികം വൈകാതെ തന്നെ അവർ അവളുടെ ഫോണും കൂടി കൈക്കലാക്കി. ഇവരുടെ വിവാഹത്തിന് ഏതാണ്ട് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യം അവർ താമസിച്ചിരുന്ന വീട് വിറ്റുകൊണ്ട് ചന്തുവും കുടുംബവും കൂടിയിട്ട് പൂയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറുന്നത്. ഈ ചന്തുലാലിന്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ദുർമന്ത്രവാദിയായിരുന്നു. അവരുടെ ഈ പൂയപ്പള്ളിയിലെ വീട്ടില് നിരവധി ആളുകള് ഈ ദുരാചാരങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ദിവസേന വന്നു പോകുമായിരുന്നു എന്നുള്ളത് അയൽവക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ അയൽവക്കാർ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങള് നമ്മളെ വീണ്ടും ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ അയൽപക്കത്തുള്ള 1-2 വീടുകളിലെ സ്ത്രീകളല്ലാതെ മറ്റാരും തന്നെ തുഷാരയെ നേരിട്ട് കണ്ടിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് തുഷാരയെ ആ വീടിന്റെ മുറ്റത്തേക്ക് പോലും ചന്തുവും അമ്മയും കൂടി ഇറക്കിയിരുന്നില്ല. ഈ ചന്തുലാല് മിക്കവാറും തന്നെ തുഷാരയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കാറുണ്ടായിരുന്നു. അവൾ വലിയ വായിൽ കരയാൻ തുടങ്ങുന്ന സമയം അവളുടെ വായിൽ തുണി തിരികിയ ശേഷം ആ മർദ്ദനം തുടർന്നു പോന്നിരുന്നു ഈ ദുഷ്ടൻ. ഈ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അരങ്ങേറുമ്പോൾ അയൽപക്കത്തുള്ളവർ അങ്ങോട്ട് എത്തി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്പെറ്റാ സ്ട്രീറ്റ് വച്ചിട്ട് ഇവരുടെ വീടിന്റെ 4 അതിരും ഫുള്ളായി തന്നെ മറയ്ക്കുകയാണ്. പലപ്പോഴും തുഷാര ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ ഗീത വന്നിട്ട് ആ ഫുഡ് തട്ടിക്കളയുമായിരുന്നു. അതിനുശേഷം ആ നിലത്ത് കിടക്കുന്ന ചോറിൽ കാല് വച്ച് അരച്ചിട്ട് നീ ഇനി എടുത്ത് കഴിച്ചോളാൻ ആക്രോശിക്കുമായിരുന്നു തുഷാരയോടൊന്നും അയൽവക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ചോദിക്കാറുണ്ട് അത്രേ, എന്തിനാണമ്മേ നിങ്ങൾ എന്റെ ഭക്ഷണം തട്ടിക്കളഞ്ഞെന്ന്. ഓരോ ദിവസവും അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ സഹിച്ചായിരുന്നു അവൾ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഈ അയൽക്കാർ പറഞ്ഞതനുസരിച്ച് ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് ഒരു ദിവസം
ഈ തുഷാര ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാവുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. ഇവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തുഷാര പറഞ്ഞത്, ചേട്ടനും അമ്മയും എന്നെ നല്ല രീതിക്കാണ് നോക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ വീട്ടിലില്ല എന്ന് പറയുകയാണ്. ഒരു പക്ഷേ ആ പെൺകുട്ടി വല്ലാതെ പേടിച്ചു പോയിരിക്കണം, അല്ലെങ്കിൽ അവളുടെ രണ്ടു മക്കളെയും അവളെയും കൂടി ഈ അമ്മയും മകനും കൊലപ്പെടുത്തുമെന്നോ മറ്റോ ഭീഷണിപ്പെടുത്തിയിരിക്കണം. എന്തു തന്നെയായാലും ഇവൾ നേരിടേണ്ടി വന്ന കൊടൂരമായിട്ടുള്ള പീഡനം ഈ അയൽക്കാർക്ക് നല്ല അറിവുണ്ടായിരുന്നു. ചന്തുവിന്റെയും തുഷാരയുടെയും ആദ്യ കുട്ടിയെ നഴ്സറിയിൽ ചേർക്കാൻ കൊണ്ടുപോയ സമയം അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് ഗീത എന്നാണ് കൊടുത്തിരുന്നത്. ഗീത എന്ന് പറയുന്നത് ചന്തുവിന്റെ അമ്മയുടെ പേരാണല്ലോ. ഈ കുട്ടിയുടെ അമ്മ എവിടെയെന്നുള്ള അധ്യാപികയുടെ ചോദ്യത്തിനായിട്ട് ചന്തു പറഞ്ഞ മറുപടി അവരൊരു കിടപ്പ് രോഗിയാണ്, അതിനാൽ തന്നെ വരാൻ സാധിക്കില്ല എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ആ വീടിന് പുറത്തേക്ക് തുഷാരയ്ക്ക് ഈ ലോകം അന്യമായിരുന്നു. വിശന്നു കരയുമായിരുന്ന തുഷാരയ്ക്ക് അവർ കൊടുത്തിരുന്നത് കുതിർത്ത അരിയും ഒപ്പം തന്നെ പഞ്ചസാര വെള്ളവുമായിരുന്നു, അതും വല്ലപ്പോഴും മാത്രം. അങ്ങനെ ഒരു തുള്ളി ആഹാരമോ വെള്ളമോ ലഭിക്കാതെ ഒരുപാടധികം വേദനകൾ സഹിച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാ പഴുതുകളും അടച്ചു തന്നെയാണ് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ നല്ല രീതിക്ക് തന്നെ കേസ് വാദിക്കുകയും 6 വർഷങ്ങൾക്കപ്പുറം 2025 ഏപ്രിൽ 29 പ്രതികളായിട്ടുള്ള ചന്തുലാലിനും ഒപ്പം തന്നെ അമ്മ ഗീതയ്ക്കും കോടതി ജീവപര്യന്ത ശിക്ഷയും 1 ലക്ഷം രൂപ വീതം പിഴയും വിധിക്കുകയാണ്. എന്തൊക്കെ തന്നെയായിരുന്നാലും തുഷാരയുടെ മാതാപിതാക്കൾക്ക് അല്പം കൂടി ക്രിയാത്മകമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചിരുന്നുവെങ്കിൽ തുഷാരയ്ക്ക് ഈ ഗതി വരുമായിരുന്നോ എന്ന് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. തുഷാരയുടെ ആത്മാവിനും ഒപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന അവളുടെ കുടുംബത്തിനും നീതി ലഭിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇത്രയൊക്കെയാണ് തുഷാരയുടെ വധത്തെക്കുറിച്ച് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഇനിയും നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ക്രൈം ഡിറ്റക്റ്റീവ് രബിൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമന്റും കൂടി തരികയാണെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡേഷനായി പോകുമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബൈ.